നമസ്കാരം. ദിലീപ് പ്രതിയായ കേസിൽ തികച്ചും നീതിയുക്തമായ ഒരു വിധിയാണ് ഹൈക്കോടതി പുറപ്പെടുവിച്ചത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതായത് കൃത്യമായി ആ, കിട്ടിയ തെളിവുകളും സാക്ഷികളും സാക്ഷിമൊഴികളും രഹസ്യമൊഴികളും ഒക്കെ പരിശോധിച്ച ശേഷം സത്യം മനസ്സിലാക്കിക്കൊണ്ട് കോടതി പുറപ്പെടുവിച്ച ഒരു വിധിയാണ് പുറത്തു വന്നത്. എന്നാൽ ദിലീപിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ജഡ്ജ് കൈക്കൂലി വാങ്ങി എന്നുപോലും പ്രചരിപ്പിക്കുന്ന കുറെ പോസ്റ്റുകളും കുറെ വീഡിയോകളും പലരും ഇറക്കി വിടുന്നത് കണ്ടു. സത്യത്തിൽ ഇവരൊക്കെ മനസ്സിലാക്കാത്ത ചില കാര്യങ്ങൾ ഇതിനു മുമ്പ് തന്നെ പലർക്കും ദിലീപ് നിരപരാധിയാണ് എന്ന് അറിയാമായിരുന്നു എന്നതാണ്. കാരണം അതിന് ശക്തമായ തെളിവുകൾ ഈ പ്രതിപട്ടികയിൽ ചേർത്തിട്ടുള്ള വ്യക്തി തന്നെ അതിൽ ഒരാൾ തന്നെ കോടതിയെ ബോധിപ്പിച്ചിരുന്നു എന്നാണ്. അതായത് മജിസ്ട്രേറ്റ് കോടതിയിൽ ഈ കേസ് ആദ്യം വരുന്നു. മജിസ്ട്രേറ്റ് കോടതിയിൽ ഈ കേസ് വരുന്ന സമയത്ത് പ്രതികളിൽ ഒരാൾ മജിസ്ട്രേറ്റിന് വളരെ കൃത്യമായി തന്റെ ജീവന് ഭീഷണിയുണ്ടെന്നും തനിക്ക് കുറച്ച് കാര്യങ്ങൾ മറ്റാരോടുമല്ലാതെ പറയാനുണ്ട് എന്നും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മജിസ്ട്രേറ്റ് മൊഴിയെടുക്കുകയും വളരെ വിശദമായി ആ മൊഴി ആ പ്രതി എഴുതി കൊടുക്കുകയും അത് സീല് വെച്ച കവറിൽ ഹൈക്കോടതിയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത് പബ്ലിക്കിനൊന്നും കിട്ടിയതല്ല, മറ്റുള്ളവർക്കൊന്നും കിട്ടിയതല്ല ഇതിന്റെ കഥകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞു കൊടുക്കുന്ന കഥകളുടെ ചില ഭാഗങ്ങൾ ഇന്നതാണ് പറഞ്ഞു കൊടുക്കാൻ സാധ്യതയുള്ളത് എന്ന് ഈ ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇദ്ദേഹത്തെ കാണാൻ പോയപ്പോഴും അല്ലാതെയും ഒക്കെ കുറച്ചൊക്കെ പുറത്തു പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ അറിയുന്നത്, പല വഴിക്ക് അറിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ദിലീപ് നിരപരാധിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നതും ഇപ്പോഴും വിശ്വസിക്കുന്നത്. ദിലീപ് കേസിൽ പ്രതിയല്ല, ഇത്തരത്തിലുള്ള സംഭവം നടന്നു എന്ന് പോലും വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. ഇത് പൾസർ സുനി അടക്കം ചിലർ ചേർന്ന് നടത്തിയിട്ടുള്ള ഒരു നാടകമാണ്. അത് എന്തിനു വേണ്ടി എന്നുള്ളത് ഇനി അടുത്ത കേസിൽ കോടതിയിൽ തന്നെ കണ്ടെത്തേണ്ടി വരും, പോലീസ് കേസെടുത്ത് അന്വേഷിക്കേണ്ടി വരും. അറിയുന്നതനുസരിച്ചാണെന്നുണ്ടെങ്കിൽ പോലീസിലെ ചിലർ പോലും ഇതിൽ ഒത്താശ ചെയ്തു കൊടുത്തു, പ്രമുഖരായ ചില നടന്മാർക്കൊക്കെ ഇതിനകത്ത് പങ്കാളികളാണ് എന്നൊക്കെയാണ് പറയുന്നത്. അത് തെളിയിക്കുന്ന വിധത്തിലുള്ള ഒരു വീഡിയോ ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. ചില സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കറങ്ങി നടക്കുന്നുണ്ട്. എന്റെ കയ്യിലും അത് എത്തിയിട്ടുണ്ട്. പക്ഷെ നിയമപരമായ ഒരു ഉപദേശം കിട്ടിയിട്ട് അത് പ്രസിദ്ധീകരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിഞ്ഞ ശേഷം മാത്രം ഞാനത് പ്രസിദ്ധീകരിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പരമാവധി പറയാൻ ശ്രമിക്കുകയും ചെയ്യാം. ഏത് തന്നെ ആയിരുന്നാലും കോടതിയുടെ പെരടിക്കിട്ട് കോടതി കൈക്കൂലി വാങ്ങി പിന്നെ വേറെ ആരൊക്കെ പറയുന്നത് കേട്ടു, പ്രതിയെ കണ്ടപ്പോൾ കോടതി എഴുന്നേറ്റ് നിന്നു. കോടതിയുടെ ഒരു കീഴ്വഴക്കമാണ്. ആദ്യം വരുന്ന സമയത്ത് കോടതിയെ എല്ലാവരും വണങ്ങും. വണങ്ങിയ ശേഷം കോടതിയും തിരിച്ചു വണങ്ങിയിട്ട് കോടതി ഇരിക്കും, മറ്റുള്ളവരും ഇരിക്കും. എന്നാൽ കോടതി പിരിയുന്നതിന് തൊട്ട് മുമ്പ് കോടതി മറ്റുള്ളവരെ വണങ്ങും, വക്കീലന്മാർ അവിടെ ഉള്ളവരും വണങ്ങും, എന്നിട്ട് രണ്ടുപേരും ഇറങ്ങിപ്പോകും. അതൊരു ശീലമാണ്, നിത്യം നടക്കുന്ന ഒരു കാര്യമാണ്. ഇതിനെയാണ് ദിലീപ് വന്നപ്പോൾ ജഡ്ജ് എഴുന്നേറ്റ് വണങ്ങി എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നത്. ഇവിടെ മാധ്യമ വിചാരണകൾക്കല്ല ജഡ്ജ് വിധി കൽപ്പിക്കുന്നത്. മാധ്യമങ്ങൾ നിരത്തുന്ന തെളിവുകളും അവരുടെ വിചാരണയും അവരുടെ മൊഴികളും സാക്ഷിമൊഴികളും അല്ല കോടതിയിൽ ഉപയോഗിക്കപ്പെടുന്നത്. കോടതിയിൽ എത്തുന്ന തെളിവുകളും സാക്ഷിമൊഴികളുമാണ്. ഹൈക്കോടതിക്ക് വിശ്വസിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള വളരെ വ്യക്തമായ തെളിവുകൾ അടങ്ങുന്ന മൊഴികൾ അവിടെ സീല് വെക്കപ്പെട്ട കവറിലും അല്ലാതെയും എത്തിയിട്ടുണ്ട്. മാധ്യമങ്ങൾ പ്രചരിപ്പിച്ച ഒരു പച്ച നുണയാണ് ദിലീപ് ആ ദൃശ്യങ്ങൾ കണ്ടു എന്ന് പറയുന്ന മെമ്മറി കാർഡോ പെൻഡ്രൈവോ ദൃശ്യങ്ങൾ എന്ന് പറയുന്നത്. കോടതി എന്താ പറഞ്ഞത്? അത്തരമൊരു ദൃശ്യം അതൊരു രേഖയാണ്, പക്ഷേ ദിലീപിന് കൊടുക്കാൻ പറ്റില്ല എന്നാണ്. അത് സംബന്ധിച്ച് സുപ്രീം കോടതി ഒരു ഉത്തരവ് പോലും വന്നു. കാര്യം ഈ രേഖ സംബന്ധിച്ച് രേഖയാണോ നേരത്തെ കസ്റ്റഡിയിൽ എടുത്ത വസ്തുവാണോ എന്ന രീതിയിൽ ഒരു രേഖയാണ്, പക്ഷെ അത് ദിലീപിന് അവകാശപ്പെട്ടതാണ്. പക്ഷെ ഈ രേഖ ദിലീപിന് കൊടുക്കാൻ പറ്റില്ല. വേണമെങ്കിൽ കോടതിയിൽ വക്കീലും അവരുള്ളവരും കണ്ടോട്ടെ, മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ ജഡ്ജിന്റെ സാന്നിധ്യത്തിൽ കണ്ടോട്ടെ, അത് മാത്രമേ നടക്കുള്ളൂ എന്ന രീതിയിൽ നിലപാടുകൾ വന്നതാണ്. ആ വീഡിയോകളാണ് ഇവിടെ ദിലീപ് വീട്ടിൽ കൊണ്ടുപോയിട്ട് സ്വകാര്യമായിട്ട് കണ്ടു എന്ന നിലയിൽ പോലും ഇവിടെ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത്. അതായത് ഇവിടെ ദിലീപ് എന്ന് പറയുന്ന ആ നടനെ അദ്ദേഹം കത്തി നിന്ന സമയത്ത് അദ്ദേഹത്തെ തകർക്കാനായി ഇവിടെ കൂടെ നിന്നിരുന്ന വലിയ കൂട്ടരിൽ ഒരു കൂട്ടരാണ് ഈ പറയുന്ന മാധ്യമങ്ങൾ എന്ന് പറയുന്നത്. പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നടി പോലും ദിലീപിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നതിൽ, കള്ളത്തെളിവ് ഉണ്ടാക്കുന്നതിൽ, കള്ള സംഭവം ഉണ്ടാക്കുന്നതിൽ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട് എന്ന് പോലും പറയപ്പെടുന്നുണ്ട്. അത് എത്രത്തോളം എന്ന് നമുക്ക് ആ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തേക്ക് പറഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ. ആ വീഡിയോ ദൃശ്യങ്ങൾ പുറത്ത് പറയാൻ പറ്റുമോ എന്നുള്ള ഒരു കാര്യം ഞാൻ ആലോചിക്കട്ടെ. ആലോചിച്ചതിന് ശേഷം നമുക്ക് അതിനെക്കുറിച്ച് തീരുമാനിക്കാം. ഏതായാലും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ കേസിൽ ദിലീപ് നിരപരാധിയാണ്, ഈ സംഭവത്തിൽ ചില ദുരൂഹതകളുണ്ട് എന്ന എന്റെ ഒരു അറിവ്, ആ അറിവ് ശരിയായിരുന്നു എന്നാണ് ഇപ്പോ മനസ്സിലാകുന്നതും ഈ വിധിയിലൂടെ അത് സ്ഥിരീകരിച്ച് കിട്ടുന്നതും. പക്ഷെ ഇവിടെ ഒരു പെണ്ണ്, ആ പെണ്ണിന് ഒരല്പം പ്രശസ്തിയും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരു ഇരവാദം ഉന്നയിച്ചുകൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ മറുഭാഗത്ത് നിൽക്കുന്നവർക്ക് ഒരല്പം പ്രശസ്തി കൂടെ ഉള്ള, അല്ലെങ്കിൽ ഒരു സ്ഥാനമാനങ്ങളോ കുറച്ച് കാശോ അതുപോലെ മറ്റെന്തെങ്കിലും ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, ഇനി അല്ലെങ്കിലും അവരെ ഏതു വിധേനയും തകർത്തവരെ വേട്ടക്കാരനാക്കി, നേരത്തെ പറഞ്ഞതുപോലെ ആടിനെ പട്ടിയാക്കി പിന്നെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലാൻ
അങ്ങനെ തൂക്കിക്കൊല്ലാൻ വേണ്ടിയുള്ള ഒരു വിധി പ്രഖ്യാപിക്കാൻ ഇവിടെ മാധ്യമങ്ങളും ഒരു വിഭാഗം എന്താ പറയാ ഒലിപ്പീര് വാദികളും അങ്ങനെ പറയുന്നതാണ് ശരി, അവർ നിൽക്കുമ്പോൾ ഇവിടെ നീതി ആ വിധത്തിൽ പുലരുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. അവിടെ നമുക്ക് ആകെ ആശ്രയം എന്ന് പറയുന്ന കോടതിയാണ്. ആ കോടതിയിലാകട്ടെ എന്തെങ്കിലും കൊണ്ട് കൊടുക്കാനൊന്നും പറ്റില്ല. കള്ളത്തെളിവുകളൊക്കെ കൊണ്ടുവന്ന് ഹാജരാക്കുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിന് പരിധികളും പരിമിതികളും ഉണ്ട്. കോടതിക്ക് വിശ്വസനീയമായിട്ടുള്ള തെളിവുകൾ എത്തിച്ചു കൊടുക്കാൻ പ്രോസിക്യൂഷൻ ആയാലും പ്രതിഭാഗത്തിനായാലും സാധിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള വിധി അവിടെ വരും. ഈ കേസ് ഹൈക്കോടതിയിൽ നിന്ന് മാറി ഇനി സുപ്രീം കോടതിയിലേക്ക് പോയി കഴിഞ്ഞാലും ഒന്നും വരാനില്ല, ദിലീപിന് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല എന്നതാണ് വസ്തുത. ഒരുപക്ഷെ അങ്ങോട്ട് ചെല്ലുമ്പോൾ കേസ് തിരിഞ്ഞിട്ട് മറ്റാരെങ്കിലുമൊക്കെ പ്രതികളായി മാറാനും മതി. പക്ഷേ ദിലീപ് മാത്രം ഈ കേസിൽ അകത്തു പോകുന്നു, ബാക്കിയുള്ളവർക്ക് അത് കുടുങ്ങാൻ സാധ്യത കുറവാണ് എന്നും ഒരുപക്ഷെ കരുതിയിട്ടുണ്ടാകാം. അതല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഇരയായി പോയ ഒരു ഡ്രൈവറുണ്ട്, ആ ഡ്രൈവറെ ഒന്ന് കുടുക്കിക്കൊണ്ട് അയാളെ ഒന്ന് അകത്താക്കിക്കൊണ്ട് ബാക്കിയുള്ളവർക്ക് ഊരിപ്പോരാം, അല്ലെങ്കിൽ ജാമ്യം കിട്ടി പുറത്തു പോരാം എന്നൊക്കെ ഒരുപക്ഷെ കരുതിയിട്ടുണ്ടാകും. ഏതായാലും വർഷങ്ങൾക്ക് ശേഷം ഇതിന്റെ വിധി വരുമ്പോൾ ഇനിയും ചുരുളഴിയാത്ത കുറച്ച് രഹസ്യങ്ങൾ കൂടി പുറത്തു വരാനുണ്ട് എന്ന് മാത്രം മാന്യ പ്രേക്ഷകരെ അറിയാം. പക്ഷെ ആ രഹസ്യങ്ങൾ ആ വിധത്തിൽ തന്നെ പറയാൻ നിയമപരമായിട്ടുള്ള ചില തടസ്സങ്ങളുണ്ട് നമുക്ക്. കാരണം ഇരവാദം ഉന്നയിക്കുന്നവർ ഇപ്പോഴും ഇര തന്നെയാണ്. കാര്യം അടുത്ത കേസ് ഇനി ഒരു സുപ്രീം കോടതിയിലേക്ക് പോകാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിലയിൽ കേസ് മുന്നോട്ട് കൊണ്ടുപോകാനോ സാധ്യത ഉണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോഴും ഇരയാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അകത്ത് പോകും. അറിയാമല്ലോ ഇപ്പോഴത്തെ അവസ്ഥ അതാണ്. സന്ദീപ് വാര്യരുടെ പേരിലുള്ള കേസ് തന്നെ അറിയില്ലേ? സന്ദീപ് വാര്യരുടെ ഏതോ കാലത്ത് അവരുടെ ഏതോ ഒരു വിവാഹവുമായി ബന്ധപ്പെട്ട് കൂടിയ സമയത്ത് ആ വിവാഹ സൽക്കാരത്തിലൊക്കെ ഒന്ന് പങ്കെടുത്തിട്ട് അന്ന് എടുത്തിട്ട ഫോട്ടോയാണ്. അത് വർഷങ്ങൾക്ക് ശേഷം ആരോ എടുത്ത് ഇപ്പോ ഒരു സംഭവം നടന്ന സമയത്ത് വേറെ രീതിയിൽ അത് പ്രചരിപ്പിച്ചപ്പോ അന്ന്, അതായത് പണ്ട് ഇന്ന് ഒരു പീഡനം ഇവിടെ നടക്കുമെന്നും ഈ രീതിയിൽ പീഡിപ്പിക്കുന്ന ഒരാളുടെ പേരിൽ കേസ് വരുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ അകത്തു പോകുമെന്നും ആ സമയത്ത് ആ നടിയെ അവഹേളിക്കാൻ വേണ്ടി ആ പോസ്റ്റ് ഉപയോഗിക്കാമെന്ന് കരുതിയിട്ട് സന്ദീപ് വാര്യർ അഡ്വാൻസ് ആയി വർഷങ്ങൾക്ക് മുമ്പേ ആ പോസ്റ്റ് അവിടെ ഇട്ടതുപോലെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ കേസ് വന്നേക്കുന്നത്. അദ്ദേഹം മാന്യമായാണ് പെരുമാറിയത്. അതായത് ഈ പോസ്റ്റ് മോശമായി ഉപയോഗിക്കുന്നു എന്ന് കണ്ടപ്പോൾ പഴയ പോസ്റ്റ് ആണെങ്കിൽ കൂടി ആ ഇര എന്ന് പറയുന്ന അവരെ തിരിച്ചറിയുന്ന വിധത്തിലുള്ള ഫോട്ടോസും മറ്റു കാര്യങ്ങളും വിവരങ്ങളും അദ്ദേഹം ഡിലീറ്റ് ചെയ്യാണ് ചെയ്തത്. ഡിലീറ്റ് ചെയ്യുക മാത്രമല്ല, അതിങ്ങനെ ഒരു സാഹചര്യം വരുന്നത് കൊണ്ട് ഞാനത് ഡിലീറ്റ് ചെയ്യുന്നു എന്ന് പറയുകയും കൂടി ചെയ്തു. എന്നിട്ട് അതിന്റെ പേരിൽ കേസെടുത്ത് അദ്ദേഹത്തെ പൂട്ടാൻ വേണ്ടി നടക്കുന്ന ഒരു നാടാണിത്. അതായത് ഇവിടുത്തെ പോലീസ് സംവിധാനത്തെയും മറ്റ് രാഷ്ട്രീയ സംവിധാനത്തെയും നീതി സംവിധാനത്തെയും ഒന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ആകെ ഉള്ളത് നീതി ജനങ്ങൾക്ക് കൊടുക്കുന്ന കോടതികളാണ്. ആ കോടതികൾ നീതി മറന്നിട്ടില്ല എന്നതുകൊണ്ട് നീതിയുക്തമായി അവർ വിധിക്കുമ്പോൾ ആ കോടതിയെ മോശമായി ചിത്രീകരിക്കുന്ന രീതി ശരിയല്ല എന്നതാണ് എന്റെ പക്ഷം. അതായത് ദിലീപ് കേസിലായാലും ഏത് കേസിലായാലും കോടതി വെറുതെ മാധ്യമ വിചാരണയ്ക്കനുസരിച്ച് നിയമം പറയില്ല, നീതി പറയില്ല. ഇവിടെ കണ്ടുവരുന്നത് മാധ്യമങ്ങൾ അന്തിച്ചർച്ച നടത്തുകയാണ്. ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ 2 കേസും കോടതിയിൽ നിലനിൽക്കില്ല, വെറുതെ വിടും. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൂട്ടിലിട്ട് വിലങ്ങ് വെച്ച് നാണം കെടുത്തി കോൺഗ്രസിനെയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയും ഒക്കെ. കാരണം രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് ചില്ലറക്കാരനല്ല, പിണറായിയെ ഇട്ട് മുട്ട് വറപ്പിക്കുന്ന വരപ്പിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പൂട്ടാൻ ശ്രമിക്കും, നമുക്കറിയാമല്ലോ. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ശ്രമമാണ് നമുക്കറിയാം. ആ കേസ് കോടതിയിൽ നിലനിൽക്കില്ല. കാരണം കോടതിയെ സംബന്ധിച്ചിടത്തോളം തെളിവുകളും സാക്ഷികളും സാക്ഷിമൊഴികളുമാണ്. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസും തൂക്കിയെടുത്ത് വലിച്ചെറിയപ്പെടും, രാഹുൽ ഈശ്വരുടെ കേസും എടുത്ത് വലിച്ചെറിയപ്പെടും, ഇങ്ങനെ പല കേസുകളും എടുത്ത് വലിച്ചെറിയപ്പെടും. ഇത് സത്യമാണ്. കാര്യം കോടതിയിൽ കള്ളത്തെളിവുകൾ ഉണ്ടാക്കി ചെന്നാൽ നിലനിൽക്കാനൊന്നും പോകുന്നില്ല. പ്രത്യേകിച്ച് ഈ കാലത്ത് കോടതികൾക്ക് അറിയാം കോടതികൾ മാത്രമാണ് സാധാരണക്കാരന് പാവപ്പെട്ടവന് ആശ്രയം എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ദിലീപ് കേസിൽ ഇപ്പൊ ഈ വിധി വരുമ്പോൾ ചൊറിയുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അറിയാത്ത ഒരുപാട് കഥകൾ ഇതിന്റെ പിന്നിലുണ്ട്. ആ കഥകൾ അറിയുമ്പോൾ നിങ്ങൾ തന്നെ ഞെട്ടും. നിങ്ങൾക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത അത്രത്തോളം ഭീകരമായ കഥകൾ, പിന്നാമ്പുറ കഥകൾ ഒളിഞ്ഞിരിക്കുന്നതാണ് ഈ കേസ് എന്ന് മാത്രം മനസ്സിലാക്കുക. നിയമപരമായിട്ടുള്ള ചില തടസ്സങ്ങൾ ഉള്ളത് കൊണ്ട് അത്തരം കഥകൾ ആരും പുറത്തു പറയുന്നില്ല എന്ന് മാത്രം. ഇനി അത്തരത്തിൽ നിയമപരമായിട്ടുള്ള അനുകൂല സാഹചര്യം വരുന്ന നിമിഷം ആ കഥകളൊക്കെ പുറത്തു ചാടും. അന്ന് നിങ്ങൾ പറയും, ഓ ഇങ്ങനെയായിരുന്നോ, വെറുതെ അല്ല എന്ന്. പാവം ദിലീപ്, അദ്ദേഹത്തിന്റെ ആ വലിയ എന്താ പറയാ ഒരു കത്തി നിന്ന ഒരു സമയം അത് പോയി, അദ്ദേഹത്തിന്റെ ഭാവി പോയി, അദ്ദേഹത്തെ കരിയർ നശിപ്പിച്ചു കളഞ്ഞു, അദ്ദേഹത്തെ ഇത്രയധികം പീഡിപ്പിക്കേണ്ടതില്ലായിരുന്നു, അദ്ദേഹത്തെ വെറുതെ കുറെ കാലം ജയിലിലിട്ടു എന്നൊക്കെ നിങ്ങൾ പറയും. പക്ഷെ അന്നത് പറഞ്ഞിട്ട് കാര്യമില്ല. കോടതിയെ വിശ്വസിക്കുക. കോടതിയാണ് എല്ലാം. ഇന്ന് കോടതി മാത്രമാണ് നമുക്ക് ആശ്രയം. അതുകൊണ്ട് കോടതിയെ വിചാരണ ചെയ്യുന്നവർ ഒന്ന് മനസ്സിലാക്കുക, നിങ്ങൾ ജനാധിപത്യത്തെ, ഈ ജീവിക്കാനുള്ള ജനങ്ങളുടെ അവകാശത്തെ, ഇവിടെ ജനങ്ങൾക്ക് ലഭിക്കേണ്ട നീതിബോധത്തെയാണ് കശാപ്പ് ചെയ്യുന്നത്. Different angles. Don't forget to subscribe and support this channel.